ഈശ്വരൻ നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തില് ഉത്തിതനായ ഈശോ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇവിടെ ശിഷ്യന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഉത്തിതനായ ക്രിസ്തു ഇവരുടെ നടുവിലേക്ക് വരുന്നു. അവർ പെട്ടെന്ന് പേടിച്ച് വിറയ്ക്കുകയാണ്. ഭൂതമാണെന്ന് കരുതി അവര് പേടിച്ച് വിറച്ച് കരയാനായിട്ട് തുടങ്ങുന്നു. ഈശോ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? അല്ലെ, നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിനാണ്? എന്റെ മുറിവുകൾ കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ന്യായമായിട്ട് ഉണ്ടാകാവുന്ന ഒരു സംശയമാണ്. അതായത് ഈശോ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന ഉദ്ധിതനായ ക്രിസ്തുവിന്റെ എല്ലാ രൂപങ്ങളിലും ബാക്കി എല്ലാ മുറിപ്പാടുകളും മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഈ കൈകളിലെയും അതുപോലെ തന്നെ തിരുവിലാവിലെയും കാലുകളിലെയും മുറിവുകൾ മാത്രം മായ്ക്കാതെ കിടക്കുന്നത് എന്നൊരു ന്യായമായ സംശയം നമുക്കുണ്ടാകാവുന്നതാണ്. പക്ഷെ ഈശോ പറയുകയാണ്, എന്റെ മുറിപ്പാടുകൾ കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത്. അതായത് ചില മുറിപ്പാടുകൾ ദൈവം അവശേഷിപ്പിക്കുന്നത് പിന്നീട് നമ്മളെ അതിന്റെ പേരിൽ ഓർത്തിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, എന്റെ മുറിപ്പാടുകൾ കണ്ട് ഇത് ഞാൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ചില മുറിവുകളൊക്കെ, ഈ സ്നേഹത്തിന്റെ ചില മുറിപ്പാടുകൾ ഉണ്ടാകണമെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ദൈവം. അതായത് എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ മുറിവേറ്റത്, എന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതിന്റെ ചില മുറിപ്പാടുകൾ എന്റെ മനസ്സിലും എന്റെ ശരീരത്തിലൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും നല്ല നിരാശരാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഇത് ഇവർക്ക് വേണ്ടി ഞാൻ സഹിച്ചു എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ ഈ ദൈവം നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന ചില മുറിപ്പാടുകൾ അത് മറ്റുള്ളവരോടുള്ള എൻ്റെ സ്നേഹത്തിന്റെ അടയാളമാണെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഇത്തിരി കൂടി പോസിറ്റീവായിട്ട് കാണാനായിട്ടുള്ള ഒരു ക്രമമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട്